ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെക്കാനുണ്ടായിരുന്നു. പിന്നെ അകത്തേക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്. മനുവിൻ്റെ കുപ്പിയിലും അതുപോലെ ജഗ്ഗിലൊക്കെ വെള്ളം നിറച്ച് വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് രാവിലെ എനിക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജഗ്ഗിൽ വെള്ളം നിറയെ എടുക്കും. എന്നിട്ട് അതിൽ കുടിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ കുടിക്കും കേട്ടോ. രാവിലെ തന്നെ മതിയായാലും എന്നെക്കൊണ്ട് പറ്റണ അത്രയും ഞാൻ എണീറ്റ് വന്ന് എന്താ പറയുക, നമ്മൾ പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളം കുടിക്കും കേട്ടോ. അത്രയും അധികം വെള്ളം കുടിക്കും. പക്ഷെ അത് മുഴുവനായിട്ടൊന്നും എനിക്ക് കുടിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതിലവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പകുതി മുക്കാലും ഇവിടെ ഏട്ടൻ കുടിക്കും. അങ്ങനെ ഒരളവ് വെച്ചിട്ടൊക്കെ അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. ബാക്കി പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എടുത്ത് കുടിക്കുന്നതാണ്, അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മളെ വിശേഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചായയ്ക്ക് അങ്ങോട്ട് വെള്ളം വയ്ക്കുക ആദ്യം തന്നെ കേട്ടോ. അപ്പോഴേക്കും ഇന്നതേ മനുവൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ അവൻ നേരത്തെ എണീക്കും, ചില ദിവസങ്ങളിൽ എനിക്ക് അവനെ നേരത്തെ വിളിക്കാൻ തോന്നും, ചില ദിവസങ്ങളിൽ ഞാൻ നേരത്തെ എണീക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിരിക്കുന്ന മാവാണിത്. ഇന്നലെ ഞാനൊരു ഈവനിങ് വ്ളോഗാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൈകൊണ്ട് മാവ് ഇളക്കാറില്ല എന്നുള്ളത്. ഇത് കണ്ടില്ലേ, ഇത്രയും രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൈ കൊണ്ട് ഇളക്കാറില്ല, അങ്ങനെ സ്പൂണ് വെച്ചിട്ട് ഇളക്കിയിട്ടാണ് വെക്കാറുള്ളത്. എന്നിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരികയും ചെയ്യും. ഇഡ്ഡലിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, പുളിപ്പിന് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരിക്കും കേട്ടോ. അല്ലാതെ ഇഡ്ഡലിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാൽ അപ്പൂസിനും ഇവിടെ പുളിയുള്ള ഭക്ഷണമൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഇഡ്ഡലിക്ക് ഉണ്ടാക്കണത് പോലെ ഉണ്ടാക്കണ ദോശ ഇതൊന്നും അവന് ഇഷ്ടമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ പുളി കുറയുമ്പോൾ അവന് വലിയ കുഴപ്പമില്ലാതെ കുറച്ചെങ്കിലും കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ രീതിയിൽ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്, അവൻ കഴിക്കുന്നത് കൊണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ തട്ടിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മളിതേ തട്ടൊക്കെ ഒന്ന് ചൂടായിട്ട് വേണം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. തട്ടൊന്ന് ചൂടായിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതാണ് പറഞ്ഞത്, മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ചെറുപയർ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസം, ഒരു 3 ദിവസത്തിൻ്റെ കണക്കാണ് നമ്മൾ ചെറുപയർ മുളപ്പിക്കുന്നതിന് കേട്ടോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ചെറുതായിട്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുക്കറിലിട്ട് തന്നെ വേവിച്ചെടുക്കും കേട്ടോ. മുളപ്പിച്ചതാണെങ്കിൽ കൂടി കുറച്ച് വെള്ളം ഒഴിക്കും, വളരെ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് 1-2 വിസിലോ, 2 വിസിലിൻ്റെ ആവശ്യം വരില്ല, ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ആ രീതിയിൽ ഞാനവിടെ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയല്ലോ, നമ്മൾ അതിലേക്ക് അധികം വെള്ളമില്ല, പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേഗം മാറ്റി വെച്ച് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ ഓരോ തട്ട് ചൂടാവുന്നതിനനുസരിച്ചാണ് ഞാൻ അതിൽ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചു. ഇനിയിപ്പോൾ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ നമുക്ക് അരി കഴുകുമ്പോൾ മനസ്സിലാകും ആ അരി ചൂടുവെള്ളം കൊണ്ട് കഴുകണോ എന്നുള്ളതൊക്കെ കേട്ടോ. ചില അരിക്ക് ഒട്ടലൊക്കെ ഉണ്ടായിരിക്കും, ചില അരിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ വില കൂടിയ അരി വാങ്ങിയാലും വില കുറഞ്ഞിട്ടുള്ള അരി വാങ്ങിയാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ അരിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അരിക്ക് കുഴപ്പമൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണത്, ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അരി ഇട്ട് കൊടുത്തു. അപ്പോഴേക്ക് ഇതേ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കാൻ ചട്ടണിക്കുള്ളതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം തന്നെ തേങ്ങയൊക്കെ ചിരവി വെക്കുന്നത്. പൊടികൾ
അങ്ങനെ ദേ അപ്പൂസൊക്കെ എണീറ്റ് വന്നു കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ ഒരു പണിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോഴേക്കൊക്കെ അവൻ എണീക്കാറുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഇതേ മനു വന്നിട്ട് അവനൊന്ന് തോണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് പിന്നെ തന്നെ ഒരു പരിപാടി കേട്ടോ, ഏതുണ്ടാക്കല അവനൊന്ന് തൊട്ടു എന്ന് പറഞ്ഞ് ഇവനൊന്ന് ഇവിടെ വന്ന് പരാതി പറയും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നോട് പറഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് അവനെ ഒന്ന് തോണ്ടിയിട്ടോ അല്ലെങ്കിൽ അടിച്ചിട്ടോ വരും കേട്ടോ. എന്നിട്ട് വേഗം ഇങ്ങോട്ട് ഓടി വരും. അപ്പോൾ എന്നിട്ട് എന്നെ വികൃതി കാണിച്ചതാണെന്ന് പറയൂ കേട്ടോ. അങ്ങനെ ഉടായ്പ പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവനെന്താ വെച്ചാൽ അവനെ വന്നിട്ട് ഞാൻ വായിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ ഒന്ന് അടുക്കളയ്ക്ക് വന്ന് പാളി വെക്കും കേട്ടോ. അപ്പോഴേക്കും ഇത് ഞാൻ ഇഡ്ഡലിയൊക്കെ ഒന്ന് വെന്തോ നോക്കിയപ്പോൾ ആദ്യം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഒരു സമയം വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് എണീറ്റ് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് എൻ്റെ സമയം ഞാൻ എത്രത്തോളം സമയം അവിടെ ഇരുന്നു എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ആയോ എന്നുള്ളത് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സമയം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അത് ഓരോ സമയത്തിന് ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി തട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി തട്ടുകളൊക്കെ ഒന്നായി മാറ്റി വെച്ചിട്ട് നമ്മൾ വേഗം ചട്ടണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ താഴത്തെ വീട്ടിലെന്തോ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ നടക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഞാൻ ആ സൗണ്ട് മാറട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി വരും കേട്ടോ. റേഞ്ചിൻ്റെ പ്രശ്നം വരും അപ്ലോഡ് ചെയ്യുമ്പോൾ. എന്നാൽ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റേഞ്ചും എൻ്റെ പിറകെ വരും കേട്ടോ. ഫോണിൻ്റെ അടുത്ത് റേഞ്ച് നിൽക്കില്ല, എൻ്റെ പിറകെ റേഞ്ച് വരും. പിന്നെ ഞാൻ എപ്പോഴാണ് ഫോണിൻ്റെ അടുത്തേക്ക് വന്ന് ഫോൺ കയ്യിലെടുക്കണത് എന്ന് വെച്ചാൽ അപ്പോഴേ എൻ്റെ ഫോണിന് റേഞ്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം ഫോണ്. എന്നിട്ട് ഞാനിതിങ്ങനെ കൊണ്ടു നടക്കണം, എവിടെയാണ് റേഞ്ച് ഉള്ളത് അങ്ങനെ കൊണ്ടു നടന്നിട്ടൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ. അതുതന്നെ നമ്മൾ പെട്ടെന്നൊന്നും അപ്ലോഡ് ചെയ്ത് കിട്ടില്ല കേട്ടോ. 5G വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ 4G വരും. 4G വന്നാൽ പിന്നെ അത് അങ്ങോട്ട് സ്റ്റക്ക് ആവും കേട്ടോ. പിന്നെ ടൈം കയറി വരും. അത്രയും നേരം അപ്ലോഡ് ആയതൊക്കെ ബാക്കായി വരും കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മളത് 5G ആക്കണം. അങ്ങനെ ആകുമ്പോഴേ വീണ്ടും ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫോണിൻ്റെ അപ്ലോഡ് ചെയ്യണതിൻ്റെ ഒക്കെ ഒരു കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പിന്നെ അടുത്ത പണികൾ നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപ്പേരിക്ക് മമ്പയർ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് വലിയ മമ്പയർ ഇട്ടിരിക്കണം കേട്ടോ. ചില സമയത്ത് ചെറിയ മമ്പയർ കിട്ടും, അത് അധികം അങ്ങോട്ട് പുതർന്നാലും വലിയതാവില്ല കേട്ടോ. ഇത് പക്ഷേ നല്ല മമ്പയറാണ്. പിന്നെ അതിൽ നമ്മൾ കുറച്ച് എണ്ണിത്തണ്ട് അരിഞ്ഞ് വെച്ചിരിക്കണു ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ അത് ഒന്ന് എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ കുക്കറിലിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതും അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ നമ്മുടെ ചോറൊക്കെ ഒന്ന് തിളച്ച് സൂപ്പറായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കുക്കറിലേക്ക് മാറ്റി വെച്ചിരിക്കണം. ഇനി നമുക്ക് എന്താ അടുത്ത പരിപാടി എന്ന് നോക്കണ്ടേ. നമ്മൾ അപ്പോഴേക്കും ഓരോ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുക്കറിലുള്ള ഉപ്പേരി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ഇത് ചെറുപയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ മുളപ്പിച്ചത്. ഒന്ന് ഞാൻ ഇത്തിരി ഒരു കടുക് വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൂസ് കഴിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ അവന് വേണ്ട കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ വേഗം ഒരു പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട്, ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ടൈമിൽ. അതിന് മുന്നേ തന്നെ ഞാൻ അവന് അത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിക്കും. പിന്നെ ആൾ ഇഡ്ഡലി അത്ര കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിന് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ വലിയ രീതിയിൽ ഇവർക്ക് കഴിക്കാൻ മടിയുള്ളതൊന്നുമല്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇന്ന ദിവസം അവനത് കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ കഴിക്കുന്നത് മാത്രമേ ഉണ്ടാക്കി കൊടുക്കൂ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ കുറച്ചെങ്കിലും ഞാൻ കഴിപ്പിക്കും. പിന്നെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കുള്ളൂ കേട്ടോ. അല്ലാതെ അവർ കഴിക്കാതെ അതോട് മാറ്റി വയ്ക്കാനൊന്നും സമ്മതിക്കില്ല. ആ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കാതിരിക്കും, കുട്ടികൾ കഴിക്കണില്ല എന്നുള്ള കാര്യമൊക്കെ കേട്ടോ. കഴിക്കാതിരിക്കും കുട്ടികൾ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിക്കുമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാനോ അല്ലെങ്കിൽ കഴിപ്പിക്കുക എന്നൊക്കെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമ്മളത് എന്തെങ്കിലുമൊക്കെ ഒരു നാക്കിൽ കൂടെ കഴിക്കാൻ കൊടുക്കുക, അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് പരിപാടി അല്ലറ ചില്ലറ കച്ചറ പരിപാടികളൊക്കെ എടുത്തിട്ടാണ് മക്കളെ കഴിപ്പിക്കുന്നത് കേട്ടോ. മനുവിനെ അങ്ങനെ തന്നെയാണ് കഴിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതിന് എന്ത് പരിപാടി വേണമെങ്കിലും നമ്മൾ എടുക്കും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. പിന്നെ ഒരു ബോക്സിൻ്റെ കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു കേട്ടോ. ജോമെട്രിക്കൽ ബോക്സ്. ഈ ബോക്സ് മനുവിന് ഇന്ന് ഏട്ടൻ കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. ഇതുവരെ അവൻ എൻ്റെ ജോമെട്രിക്കൽ ബോക്സാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറയാം. ഞാൻ ഉപയോഗിച്ച ബോക്സ് ഉണ്ടല്ലോ, എൻ്റെ ഏട്ടൻ ഉപയോഗിച്ചിട്ടുള്ള ബോക്സാണ്.
ഏട്ടൻ ഉപയോഗിച്ച് അവനെന്താ വെച്ചാൽ നല്ല രീതിയിൽ കൊണ്ടെടുക്കുമായിരുന്നു കേട്ടോ. എന്തൊരു സാധനം നല്ല രീതിയിൽ അവൻ കൊണ്ടെടുക്കാറുണ്ടായിരുന്നു. ആ ഒരു ബോക്സാണ് എനിക്ക് ആവശ്യമുള്ള സമയമായപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ബോക്സ് +2 വരെ യൂസ് ചെയ്തിട്ടുണ്ട്. +2 വരെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് മനുവിന് ആവശ്യം വന്നപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് ജോമെട്രിക്കൽ ബോക്സിലുള്ള എന്ത് സാധനം പ്രൊട്ടാക്ടറാണ് തോന്നുന്നു കേട്ടോ. ആ ഒരു സാധനം അവന് എടുക്കാണ്ടായിരുന്നു കേട്ടോ. 5ാം ക്ലാസ്സിൽ നിന്നാണ് തോന്നണേ. ഇപ്പോൾ അവൻ 6ലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം വന്നപ്പോഴാണ് പിന്നെ ഞാൻ ആ ബോക്സ് എടുക്കണത്. ആ ബോക്സ് അവൻ യൂസ് ചെയ്തു. അതുവരെ അതിലേക്ക് പെൻസില്, ഇറേസർ, കട്ടർ, അതുപോലെ സ്കെയില്, ഈ ഒരു സാധനങ്ങൾ മാത്രമേ ഞാൻ വേറെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ ആ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് അവൻ യൂസ് ചെയ്തു. അവൻ 6ാം ക്ലാസ്സിലായപ്പോഴേക്കും അതിൽ കോമ്പസിന് കംപ്ലയിൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയൊരു ബോക്സ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ രസമാണ് കേട്ടോ. പിന്നെ അവനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും. അപ്പോൾ ഇനി അടുത്ത് ഞാൻ സ്നാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് പറഞ്ഞുതരാം കേട്ടോ. നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാമേ. ഇതെന്താ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞാൽ പാൽ കേക്കാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തു. പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത് ചേർത്തിട്ട് മുട്ടയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യിന് പകരം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത് കേട്ടോ. കഴിക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ മധുരത്തിൻ്റെ അളവ് കൊണ്ടാണേ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് പാൽപ്പൊടിക്ക് പകരം പാൽ യൂസ് ചെയ്യുക. അതേ കണ്ടില്ല, നമ്മൾ അമൂല്യേൻ്റെ ഒരു 10 രൂപയുടെ പാക്കറ്റായിട്ട് തോന്നുന്നു കേട്ടോ. ഇത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ അടുത്ത കടയിൽ പോയിട്ട്. അങ്ങനെ അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല മിക്സ് ആക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കത് കൈ കൊണ്ടൊക്കെ കുഴച്ച് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, ഇതൊക്കെ യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റേ ഫോൺ വെച്ചിട്ട് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നൊക്കെ ഉള്ളത് എനിക്ക് വീഡിയോ എടുക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇത് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നന്നായിട്ട് ഇനി ഇതൊന്ന് കൈകൊണ്ടാണ് കുഴച്ചെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ വക പരിപാടികളൊക്കെ ഏട്ടനാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ മധുരമുള്ള പരിപാടികളൊന്നും ഞാൻ ആ ഭാഗത്തേക്കേ നോക്കണ ആളല്ല. പക്ഷേ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ തോന്നും കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നമ്മൾ മധുരമുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഏട്ടനോട് പറയുമൊന്നും വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് തോന്നി അവരുണ്ടാക്കും. അങ്ങനെയുള്ളൂ. ഞാൻ കഴിക്കാറുമില്ല കേട്ടോ. എന്നോട് ചിലപ്പോൾ ടേസ്റ്റ് നോക്കാനൊക്കെ പറയൂ കേട്ടോ, അളവ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഞാൻ മധുരമുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇത് ചപ്പാത്തി പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചത് ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മധുരം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ നമ്മൾ അത് നല്ല രീതിയിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണമായിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിത് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഇതൊന്ന് പരത്തി കൊടുത്തത് കേട്ടോ. അപ്പോൾ പരത്തി കൊടുത്തത് ഞാനാണ് കേട്ടോ. അങ്ങനെ ഇതേ പരത്തി കഴിഞ്ഞിട്ട് ഇതൊന്ന് ഷേപ്പിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. നന്നായിട്ട് പരത്തി പോകരുത് കേട്ടോ, കുറച്ച് കട്ടി ഉണ്ടാവണം. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നമുക്ക് ഷേപ്പൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കാനുമില്ല കേട്ടോ. കുറച്ച് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പൊങ്ങി കിട്ടും ചെയ്യും. നല്ല ടേസ്റ്റിൽ നല്ല രീതിയിൽ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ പറിച്ച് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നല്ലത് വേറെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ. ഇതേ കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് നമ്മളിതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സംഭവം ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിക്കോളൂ. മധുരം കുറച്ച് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. മധുരം ഇഷ്ടമില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇനി നമ്മളിത് എണ്ണ ചൂടായിട്ട് അതിൽ ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇത് നന്നായിട്ട് വീർത്ത് വരണുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് അധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഒരു മുട്ടയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് പഞ്ചസാര വെള്ളമാണ് കേട്ടോ. പഞ്ചസാര ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നല്ല രീതിയിൽ മധുരം വേണ്ടവർക്ക് ഇതിൽ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിന് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് കുറച്ച് എണ്ണ കുടിക്കണ സംഭവമൊന്നും അല്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇത് എല്ലതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പഞ്ചസാര വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് 2 കഴിച്ചു കേട്ടോ. അതിൽ കൂടുതൽ എനിക്ക് എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 2 എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. മധുരത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതേ പിന്നെ നമ്മൾ കുറച്ച് പാല് കാച്ചാനും ഉപ്പേരി നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചേമ്പ് മോര് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.